ഹായ് എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ് ആണ് കാണുന്നത്. ഹൈബർനേറ്റും സ്പ്രിങ്ങും ബേസിക് ജാവ എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. ഹൈബർനേറ്റിനെ സേവ് ആൻഡ് പെർസിസ്റ്റ് എന്ന് പറയുന്ന രണ്ട് കമാൻഡ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സേവ് ചെയ്യുമ്പം ഒരു സീരിയലൈസബിൾ ഒബ്ജക്റ്റ് റിട്ടേൺ ചെയ്യും. പെർസിസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ വോയിഡ് ആയിരിക്കും റിട്ടേൺ ചെയ്യുന്നത്. പിന്നെ സേവ് എന്ന് പറയുന്നത് നമുക്ക് ഇൻസൈഡ് ആണെങ്കിലും ഔട്ട് സൈഡ് ആണെങ്കിലും ട്രാൻസാക്ഷൻ ബൗണ്ടറി യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ പെർസിസ്റ്റ് അങ്ങനെ ഔട്ട് സൈഡ് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെർസിസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഗ്യാരണ്ടി ഇല്ല ഇത് ആ സമയത്ത് തന്നെ അസൈൻ ആവുമോ ഇല്ലയോ. എന്നാലും ഫ്ലഷ് ടൈമിലായിരിക്കും ചിലപ്പോൾ അസൈൻ ആവുന്നത്. പക്ഷേ പെർഫോമൻസ് വൈസ് മാത്രം പെർസിസ്റ്റ് നല്ലതാണ്, ഫാസ്റ്ററാണ്. പക്ഷേ അല്ലാതെ ട്രാൻസാക്ഷൻ ബൗണ്ടറിയുടെ പുറത്ത് യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ ബാക്കി ഇത് കൊടുക്കണമെങ്കിലും ഒക്കെ നല്ലത് സേവ് തന്നെയാണ്. പിന്നെ എനേബിൾ ഓട്ടോ കോൺഫിഗർ എന്ന് പറയുന്നൊരു അനോട്ടേഷൻ ഉണ്ട് സ്പ്രിംഗ് ബൂട്ടിനകത്ത്. അതെന്തിനാന്ന് പറഞ്ഞാൽ, സ്പ്രിംഗ് ബൂട്ട് ആപ്ലിക്കേഷൻ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ എനേബിൾ ഓട്ടോ കോൺഫിഗറേഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അത് ഓട്ടോമാറ്റിക്കലി അതിനകത്തുള്ള എല്ലാ ഓട്ടോ കോൺഫിഗറേഷൻസും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം നമുക്ക് മാനുവലി ഏതെങ്കിലും എക്സ്ക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എക്സ്ക്ലൂഡ് എന്ന് പറയുന്ന ഒരു അനോട്ടേഷൻ്റെ അകത്ത് ഓട്ടോ കോൺഫിഗറേഷൻ അകത്ത് കൊടുത്തിട്ട് ആ കോൺഫിഗറേഷൻ നമുക്ക് വേണമെങ്കിൽ എക്സ്ക്ലൂഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതാണ്. പിന്നെ ക്ലാസ് നോട്ട് ഫൗണ്ട്, ക്ലാസ് നോട്ട് ഡിഫൈൻഡ് എന്ന് പറയുന്നത് തമ്മിൽ വ്യത്യാസം എന്താണ്? ക്ലാസ് നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞാൽ അതൊരു എക്സെപ്ഷനാണ്. നോ ക്ലാസ് ഡിഫൈൻഡ് എന്ന് പറയുന്നത് ഒരു എററാണ്. ബേസിക് ക്ലാസ് നോട്ട് ഫൈൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് പാത്തിൻ്റെ അകത്ത് നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ജാർ ഇല്ലെങ്കിൽ വരുന്നതാണ് ക്ലാസ് നോട്ട് ഫൗണ്ട് എന്ന് പറയുന്നത്. നോ ക്ലാസ് ഡെഫിനേഷൻ എന്ന് പറഞ്ഞാൽ റൺ ടൈമിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തു, കമ്പൈൽ ടൈമിൽ റൺ ചെയ്തപ്പോൾ അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ. പൊതുവേ ക്ലാസ് നോട്ട് ഫൗണ്ട് വരുന്നത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് നോട്ട് ഫോർ നെയിം ഒക്കെ യൂസ് ചെയ്യുമ്പോഴാണ് വരുന്നത്. ബേസിക്കലി നമുക്ക് ക്ലാസ് നോട്ട് ഫൗണ്ട് എക്സെപ്ഷൻസ് കാണാറുണ്ട്. നോ ക്ലാസ് ഡെഫിനേഷൻ അധികം ഞാൻ കണ്ടിട്ടില്ല. പിന്നെ അടുത്ത എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ ത്രോബിൾ ഇൻ്റർഫേസിൻ്റെ അകത്ത് എക്സെപ്ഷൻ ഉണ്ട്, എററുണ്ട്. എക്സെപ്ഷൻ്റെ അകത്താണ് ചെക്ഡും അൺചെക്ഡും ഉള്ളത്. അപ്പോൾ അൺചെക്ഡിൻ്റെ അകത്താണ് നമ്മൾ താഴെ പറഞ്ഞ ഇത് ചെക്ഡ് എക്സെപ്ഷനാണ് നമ്മൾ ക്ലാസ് നോട്ട് ഫൗണ്ടും IO എക്സെപ്ഷനും SQL എക്സെപ്ഷനും. അൺചെക്ഡ് ആണ് ബാക്കിയെല്ലാം, നൾ പോയിൻ്റർ, അറേ ഔട്ട് ഓഫ് ബൗണ്ട്, അർത്തമെറ്റിക്കൽ, ഇതെല്ലാം അൺചെക്ഡ് എക്സെപ്ഷനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റൺ ടൈം. ഓക്കെ, പിന്നെ അടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാവ 8 ഫീച്ചേഴ്സ്. ജാവ 8 ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ബേസിക്കലി നമുക്കറിയാമല്ലോ, ഫങ്ഷൻ ഇൻ്റർഫേസും ലാംഡ എക്സ്പ്രഷനുമാണ്. ഫങ്ഷൻ ഇൻ്റർഫേസിന് ഒരു അബ്സ്ട്രാക്ട് ക്ലാസ് മാത്രമുള്ളതാണ് ഫങ്ഷൻ ഇൻ്റർഫേസ്. അതിൻ്റെ എക്സാമ്പിളിന് റണ്ണബിളിൻ്റെ അകത്ത് നമ്മൾ റണ്ണെന്ന് പറയുന്ന ഒരു മെത്തേഡ് അല്ലേ ഉള്ളൂ, അതാണ് അതിൻ്റെ ബേസിക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ പുതിയൊരു ക്ലാസ് ഡിഫൈൻ ചെയ്യേണ്ട ആവശ്യമില്ല. അതിനകത്ത് ജസ്റ്റ് നമുക്ക് എന്താ പറയുക, എക്സ്പ്രഷൻ യൂസ് ചെയ്തിട്ട് ബ്രാക്കറ്റിൻ്റെ അകത്ത് ബ്രേസസിനകത്ത് നമുക്ക് കോഡ് എഴുതാം, റിട്ടേൺ വേണേൽ കൊടുക്കാം. അപ്പോൾ റൈറ്റ് സൈഡിലുള്ള ആരോമാർക്ക് പാരാമീറ്റേഴ്സ് ആയിരിക്കും, അനോമിനസ് ആയിട്ടുള്ളൊരു ക്ലാസ് ആയിരിക്കും. പിന്നെ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാവ സ്ട്രീം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് കളക്ഷൻസിൽ വന്നു. അത് ഫിൽറ്റർ ഉണ്ട്, മാപ്പ് ഉണ്ട്, റെഡ്യൂസ് ഉണ്ട്, ഇങ്ങനെ കുറേ ഫങ്ഷനാലിറ്റി. പിന്നെ നമ്മുടെ കളക്ഷൻ്റെ അകത്ത് സ്ട്രീം എന്ന് പറഞ്ഞാൽ കളക്ഷൻ ഡോട്ട് സ്ട്രീം ഡോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്നത് പാരലായിട്ടും സീക്വൻഷ്യലായിട്ട് പാരലായിട്ട് നമുക്ക് ആ ഡേറ്റ വെച്ചിട്ട് നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് സ്ട്രീം എന്ന് പറയുന്നൊരു ഫങ്ഷനാലിറ്റി ബേസിക്കലി വന്നിരിക്കുന്നത്. ഇതിനകത്ത് കണ്ടോ, സ്ട്രീം എടുത്തിട്ട് ഡോട്ട് ഫിൽറ്റർ കൊടുത്തു, എന്നിട്ട് അതിൻ്റെ അകത്ത് നമ്മൾ ലാംഡ എക്സ്പ്രഷൻ കൊടുത്തെടുത്തിട്ടുണ്ട്. അങ്ങനെ പിന്നെ ഡൈമൻ പ്രോബ്ലം, മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിൻ്റെ കേസിൽ ഡൈമൻ പ്രോബ്ലം കാരണമാണ് ജാവ ബേസിക്കലി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എടുക്കാത്തതിൻ്റെ കാരണം. ഡൈമൻ പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രണ്ട് ഇൻ്റർഫേസ് ഉണ്ട്, രണ്ട് ഇൻ്റർഫേസിനും സെയിം മെത്തേഡ് ഉണ്ട്. ഇപ്പോൾ ഒരു ക്ലാസ് ഇപ്പോൾ രണ്ട് ഇൻ്റർഫേസിനെയും ഇംപ്ലിമെൻറ്റ് ചെയ്യുവാണെങ്കിൽ ബേസിക്കലി ആ ക്ലാസ്സിന് ഡൗട്ട് ആവും ഇതിപ്പോൾ ഏത് ഇൻ്റർഫേസിലെയാണ് നമ്മൾ ഓവർറൈഡ് ചെയ്യാൻ പോകുന്നതെന്ന് കൺഫ്യൂഷൻ ആവുന്നത്. ഡെഫിനറ്റ്ലി ദർ വിൽ ബി എൻ എറർ അടിക്കാൻ ചാൻസ് ഉണ്ട്. ക്ലാസിൻ്റെ കേസ്, ഇൻ്റർഫേസ് അല്ല ക്ലാസിൻ്റെ കേസിൽ. അതുകൊണ്ട് ഇൻ്റർഫേസിൻ്റെ കേസാണെങ്കിൽ ഡെഫിനറ്റ്ലി രണ്ട് ഇൻ്റർഫേസാണ്. അപ്പം അതെടുക്കുമ്പം പ്രശ്നം ഉണ്ടായിരുന്നില്ല. ജാവ 8 തൊട്ടിട്ട് ഡിഫോൾട്ട് മെത്തേഡ് വന്നപ്പോഴാണ് പിന്നെയും ഒരു ഡൈമൻ പ്രോബ്ലം വരാൻ ചാൻസ് വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്ലാസ്സിൻ്റെ അകത്ത് നമ്മൾ അതിനെ ഓവർറൈഡ് ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഡൈമൻ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കമ്പാലേഷൻ എറർ അടിക്കത്തില്ല. പിന്നെ ജെനറിക്സ് എന്ന് പറയുന്നത് ഇനി ഏത് ടൈപ്പ് ഓഫ് ഒബ്ജക്ട്സിനെയും സ്റ്റോർ ചെയ്യാൻ പറ്റുന്നതാണ് ജെനറിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലിമിറ്റ് ചെയ്യാനും പറ്റും. ഇപ്പോൾ ഇൻറ്റിജർ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ചെയ്യാം. ഇപ്പോൾ അപ്പർ ബൗണ്ട് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ബൗണ്ട് എന്നും പിന്നെ ലോവർ ബൗണ്ട് എത്ര ആയിരിക്കും കുഞ്ഞത്, സെമിക്കോളൻ എക്സ്റ്റൻസ് ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്.
അല്ലെങ്കിൽ സെമിക്കോളൻ സൂപ്പർ. പിന്നെ ഇത് പറയുന്ന സീരിയോ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി ഒരു ഫങ്ഷനാലിറ്റി, ഒരു റോള് ചെയ്യാൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ് സീരിയോ ടൈപ്പ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ കമ്പോണൻ്റ് ഉണ്ട്, കൺട്രോളർ ഉണ്ട്, സർവീസ് ഉണ്ട്, റെപ്പോസിറ്ററി ഉണ്ട്. കമ്പോണൻ്റ് എന്ന് പറഞ്ഞാൽ ഏത് ക്ലാസ്സിൽ കമ്പോണൻ്റ് ഇട്ടാലും അതായിരിക്കും ബേസിക്കലി നമ്മൾ ഡിപ്പെൻഡൻസി ഇഞ്ചക്ഷനും മറ്റേ ബീങ് ക്രിയേറ്റ് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്ന സ്പ്രിങ്. പിന്നെ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ് ഡിവിഷൻസ് ആണ്. കൺട്രോളർ എന്ന് പറഞ്ഞാൽ ഇതെടുക്കും, സർവീസ് എന്ന് പറഞ്ഞാൽ ബിസിനസ് ലോജിക്, റെപ്പോസിറ്ററി എന്ന് പറഞ്ഞാൽ ഡാറ്റ ആക്സസ്. ഇത് ഇൻ്റർചേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റാൻ ചാൻസ് ഉണ്ട്, പക്ഷേ ഒരിക്കലും അത് ചെയ്യാൻ പാടില്ല. കാരണം ഓരോത്തിനും ഓരോ റോളുണ്ട് ബേസിക്കലി. രണ്ടാമത്തെ കാര്യം ഓരോ ഫങ്ഷനാലിറ്റിയുമാണ്. ഇപ്പം കൺട്രോളറിൽ എഴുതിക്കുന്നത് ഇതിന് വേണ്ടിയാണെങ്കിൽ റെപ്പോസിറ്ററി ആയിരിക്കും ഈ പർപ്പസിന് വേണ്ടിയായിരിക്കും. അപ്പോൾ അത് ഒരിക്കലും മാറ്റാൻ പാടില്ല. പിന്നെ കമ്പയറബിളും കമ്പറേറ്റർ ഇൻ ജാവ എന്ന് പറഞ്ഞാൽ കമ്പയറബിൾ എന്ന് പറയുന്നത് ഇൻബിൽട്ടായിട്ട് ഒരു ഒബ്ജക്റ്റ് ഇത് ചെയ്യുന്നതും, കമ്പറേറ്റർ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഒരു എക്സ്റ്റേണൽ വേണമെങ്കിൽ നമ്മൾ കമ്പറേറ്റർ ഒബ്ജക്റ്റ് ഉണ്ടാക്കി അതിനകത്ത് ഇത് എക്സ്റ്റെൻഡ് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ഹാഷ് മാപ്പ്, അടുത്ത ചോദ്യം. ഇത് ഏറ്റവും സൈസ് എന്ന് പറഞ്ഞാൽ 2:30 ആണ് ഈ മാക്സിമം സൈസ് ഹാഷ് മാപ്പിൻ്റെ എന്ന് പറയുന്നത്. അപ്പം അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ പവർ ഓഫ് 2. ആദ്യമാണെങ്കിൽ ഇനീഷ്യൽ കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ 16ഉം അതിൻ്റെ ലോഡ് ഫാക്ടർ 0.75 ആണ്. അപ്പം ബേസിക്കലി 75% നിറഞ്ഞു കഴിയുമ്പോഴത്തേന് അത് റീഹാഷിങ് ചെയ്യും, അപ്പോൾ തന്നെ കൗണ്ട് കൂടും, അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എങ്ങനെയാണ് പുട്ട് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ ഹാഷ് എന്ന് പറയുന്ന മെത്തേഡിൻ്റെ അകത്തോട്ട് നമ്മുടെ ഹാഷ് കോഡ് കൊടുക്കും, പിന്നെ ഇൻഡെക്സ് ഓഫ് എടുത്തിട്ട് അങ്ങനെയാണ് അതിൻ്റെ ഇൻഡെക്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ അതാണ് ഓരോ വട്ടവും നമ്മൾ കണ്ടുപിടിക്കുന്നത്. ബേസിക്കലി നമുക്ക് ഹാഷ് കോഡ് മാത്രം കൊടുത്തിട്ട് കാര്യമില്ല. ബേസിക്കലി അത് ഹാഷ് എന്ന് പറഞ്ഞാൽ വേറൊരു മെത്തേഡിലോട്ട് വിട്ട് ആ മെത്തേഡാണ് കണ്ടുപിടിച്ച് കൊടുക്കുന്നത് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്നുള്ളത്. ഓക്കെ, റീജനറേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് എടുത്തു കൊടുക്കുക. അപ്പം ബേസിക്കലി എന്താ ഹാഷ് കോഡ് എന്ന് പറയുമ്പോൾ പുഷൻ കണ്ടുപിടിക്കും. ഈക്വൽസ് എന്ന് പറയുമ്പം ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്തിട്ട് അത് ഓവർറൈഡ് ചെയ്യണോ വേണ്ടയോ, ഒന്നേ ഓവർറൈറ്റ് ചെയ്യും, അല്ലെന്നുണ്ടെങ്കിൽ അത് ലിങ്ക് ലിസ്റ്റിൻ്റെ അപ്പുറത്തിലേക്ക് പോകും, അടുത്ത നോഡായിട്ട് പോകും. അങ്ങനെയാണ് ചെയ്യുന്നത്. കൊളീഷനൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് റീഹാഷ് ചെയ്യുന്ന മെത്തേഡിൽ. പിന്നെ സ്പ്രിംഗ് ബൂട്ട് സ്റ്റാർട്ടപ്പ് പേരൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഡിഫോൾട്ട് കോൺഫിഗറേഷൻസ് ഉണ്ടാവും, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസി വേർഷൻസും ഇതൊക്കെ ഡിക്ലെയർ ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പേരൻറ്റിൽ നിന്നാണ് ബേസിക്കലി. അപ്പം പേരൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പേരൻ്റ് ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആയിട്ട് സ്റ്റാർട്ടേഴ്സ് കൊടുക്കാം. പക്ഷേ ഡിപ്പെൻഡൻസി ഫങ്ഷനാലിറ്റി വേണമെങ്കിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ട് ചെയ്യാം.